ഒരാഴ്ചയായി തന്നെ മഞ്ജു വാര്യർക്കെതിരെ ഒരു സംവിധായകൻ വലിയ രീതിയിൽ തന്നെ പരാമർശം നടത്തുന്നുണ്ട്. മഞ്ജു വാര്യറൊക്കെ തന്നെ രഹസ്യമായി വിളിക്കാറുണ്ട് എന്നും മഞ്ജു വാര്യറിന്റെ ജീവിതത്തിന് അപകടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സംവിധായകൻ രംഗത്തെത്തുന്നത്. മഞ്ജു തന്നെ അഭിനയിച്ച ഒരു സിനിമയുടെ സംവിധായകനാണ് ഇദ്ദേഹം. ഇതിനു മുൻപും മഞ്ജുവിനോട് പ്രണയമാണെന്നും മഞ്ജുവിനോട് ഇഷ്ടമാണെന്നും മഞ്ജുവിനെ സ്വീകരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ സംവിധായകൻ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യമാണ്. മഞ്ജുവിനും പ്രണയമുണ്ട് എന്നാൽ മകളുടെ ജീവിതം തകരുമെന്നും മകളുടെ ജീവിതം ആപത്തിലേക്ക് പോകും എന്നുള്ളതുകൊണ്ടാണ് മഞ്ജു തന്റെ പ്രണയം ആരോടും പറയാതെ വച്ചിരിക്കുന്നത് എന്നാണ് സംവിധായകൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതായത് മഞ്ജുവിൻ്റെ മകളായ മീനാക്ഷിയുടെ ജീവിതം അപകടത്തിലേക്ക് എത്തുമെന്നും അതുകൊണ്ടാണ് മഞ്ജു ഒരു പ്രണയത്തിലേക്ക് പോകാത്തതെന്നും എന്നാൽ മഞ്ജുവിന് ആത്മാർത്ഥമായൊരു പ്രണയമുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ സംവിധായകൻ പറയുന്നത്. മഞ്ജു അങ്ങനെ തീരുമാനിച്ചതെല്ലാം മകൾക്ക് വേണ്ടിയാണ്. അങ്ങനെ മകൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെക്കുന്ന ഒരു അമ്മയെ ലഭിക്കുമോ? അങ്ങനെ ഒരിക്കലും ലഭിക്കില്ല. അവളുടെ അച്ഛൻ ഇന്ന് മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു. എത്രയൊക്കെ പറഞ്ഞാലും അവളുടെ അമ്മ അവൾക്ക് മാത്രമുള്ളതാണ്. അതൊന്നും ആഗ്രഹിക്കാനോ സമയത്തൊന്നും അവൾക്ക് ലഭിച്ചിട്ടുമില്ല. അത് അവൾക്കുള്ള വിഷമം തന്നെയാണ് എന്ന് പ്രേക്ഷകർ ഇതിന് മറുപടി നൽകുന്നു. എന്നാൽ ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. സമൂഹം ഒരു തമാശയാണ്. അങ്ങനെയൊന്നും നിലനിൽക്കുന്ന തന്നെയില്ല എന്ന് തോന്നും ചിലപ്പോൾ. എൻ്റെയോ നിൻ്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാൽ ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ 2 മനുഷ്യരാണുള്ളത്. അതാരായിക്കോട്ടെ, ഒരു സ്ത്രീയെ അവർക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെയും മകളുടെയും ജീവന് ഭീഷണിയാകുമെന്നുമാണല്ലോ പ്രധാനമായി അതിലുള്ളത്. അതാരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കട്ടെ. അതിൽ സത്യമുണ്ടോ എന്നവർ ചിന്തിക്കട്ടെ. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് ലോകത്തിൽ ഒരിക്കൽ തെളിയും. അന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാകുമെന്നാണ് സംവിധായകൻ വ്യക്തമാക്കുന്നത്. സംവിധായകൻ പറയുന്നത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാനോ ആകുന്നില്ല. എന്തു തന്നെയായാലും അത് മഞ്ജു എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് വിശ്വാസമാകൂ. താങ്കൾ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് അത് സത്യമാകുന്നില്ലല്ലോ. ഇങ്ങനെയാണ് പലരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ തക്ക തെളിവുകളൊന്നും തന്നെ ഇയാളുടെ പക്കലില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുക എന്ന് പ്രേക്ഷകർ വീണ്ടും ചോദിക്കുന്നു. അതുതന്നെയാണ് അദ്ദേഹവും പറയുന്നത്. എൻ്റെ പക്കൽ തെളിവുകളില്ല, നിങ്ങളാരും എന്നെ വിശ്വസിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നതാണ് സത്യമെന്ന് ഒരിക്കൽ തെളിയുമെന്ന് അയാൾ പറയുന്നു. ഞാൻ പൊതുസമൂഹത്തിനെ പറ്റിക്കുകയാണെന്ന് വെച്ച് ബാധിച്ചാൽ പോലും അതിൻ്റെ സത്യാവസ്ഥ തിരക്കിപ്പോകാൻ ഒരു സമൂഹം തയ്യാറാകണ്ടേ? നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഇതൊരു പാഴ് സമൂഹമാണ്. ഞാൻ തോൽവി സമ്മതിച്ചു. നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു. ഇപ്പോൾ ഭയവും ആദിയുമാണ്. നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ല എന്ന് സംവിധായകൻ തൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇത് ആരെക്കുറിച്ചാണ് ഈ സംവിധായകൻ പറയുന്നതെന്ന് കവിതയിൽ പറയുന്നില്ലെങ്കിലും അതിൻ്റെ കമന്റ് ബോക്സും ഇതിനു മുൻപ് ഇദ്ദേഹം വ്യക്തമാക്കിയ പ്രണയകാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നതാണ്. കടലാസ് വഞ്ചി പുഴയിൽ ഒഴുക്കിവിടും പോലെ നിന്നിലേക്ക് എത്തുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നുണ്ട് ഞാൻ. നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ മറ്റെന്ത് വഴിയാണ്? എനിക്ക് ലോകം എത്ര ക്രൂരമായി പോകുന്നതിന് കാരണം എന്ന് പറഞ്ഞാണ് സനൽകുമാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.